ഹായ്. ഞാനപ്പോൾ ആദ്യം തന്നെ നന്ദി പറയണത് IPLനോടാണ്. ഐ പി എൽ എന്ന് പറയുമ്പോൾ നമുക്ക് സച്ചിന് ശേഷം ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ സച്ചിന് ശേഷം ആര് എന്നൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് വിരാട് കോഹ്ലി വന്നു, രോഹിത് ശർമ്മ വന്നു. നമ്മുടെ മുത്തുകൾ ഇങ്ങനെ ഓരോ 1 by 1 ആയിട്ട് വരുവാണ്. നമ്മുടെ ടീമിൻ്റെ വിന്നിങ് മാർജിൻ തന്നെ മാറിപ്പോയി, നമ്മുടെ ടീമിൻ്റെ ക്യാരക്ടർ മാറിപ്പോയി, ടീമിൻ്റെ ബോഡി ലാംഗ്വേജ് മാറി. നമുക്ക് ഏറ്റവും പ്രശ്നങ്ങളുണ്ടായിരുന്നത് നമ്മുടെ ഫീൽഡിംഗ് ഒക്കെ ടോപ്പിലാണ് നിന്ന് നിൽക്കുന്നത്, ഇന്ത്യയുടെ ഫീൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ മാറി, നമ്മുടെ മൊത്തം അപ്രോച്ചുകൾ മാറി. ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യയിലെ BCC എന്ന് പറഞ്ഞാൽ പൈസയുടെ കൂമ്പാരമായിട്ട് മാറി. ICCയേക്കാളും വലിയ സംഘടനയായിട്ട് BCC മാറി. അപ്പോൾ നമ്മുടെ അതെല്ലാം അതിങ്ങനെ വരുമ്പോൾ തന്നെ റിഫ്ലക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഒത്തിരി ആൾക്കാരുടെ സ്പോർട്സ് ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുന്നു, ഒത്തിരി ആൾക്കാരുടെ സ്പോർട്സ് ബ്രാൻഡിങ് മാറുന്നു, പരസ്യങ്ങൾ വരുന്നു. രാജ്യത്തിൻ്റെ വളർച്ചയിൽ നല്ലൊരു ശതമാനം ക്രിക്കറ്റിന് സംഭാവന ചെയ്യാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കോഹ്ലി, രോഹിത് ശർമ്മ ഇവർ കഴിയുമ്പോൾ കഴിഞ്ഞു. പിന്നെ ഒരു ബ്രാൻഡില്ല. കാര്യം ഗില്ലിനെയൊക്കെ പരീക്ഷിച്ചിട്ടൊന്നും ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. പിന്നെ പലരും ഇങ്ങനെ വന്നും പോയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നു. ഋഷഭ് പന്തൊക്കെ വന്നു, പക്ഷേ എങ്കിലും ആ ഒരു കംപ്ലീറ്റ് ബാറ്റിംഗ് ലൈനപ്പിലേക്കൊന്നും വരുന്നില്ലായിരുന്നു. ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുമെങ്കിലും ഓഫ് സ്റ്റമ്പിലേക്ക് വരുന്ന ബോൾ പുള്ളി 1 ഹാൻഡ് കൊണ്ട്, അതൊന്നും ഒരു പെർഫെക്റ്റ് ബാറ്റ്സ്മാൻ്റെ ഒരു ലക്ഷണമല്ല അത്. ഗില്ലിന് ഓഫ് സ്റ്റമ്പിൽ ഡ്രൈവുകൾക്ക് പ്രയാസമുണ്ട്, ബെൻഡിങ് ഷോട്ടുകൾ. ഗില്ലിൻ്റെ ബാക്ക് ഫുട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് കവേർഡ് അല്ല ഓഫ് സ്റ്റമ്പിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു താരത്തിന് കിട്ടുന്നത് അഭിഷേക് ശർമ്മ. നിലവിൽ അഭിഷേക് ശർമ്മനെ പോലത്തെ കളിക്കാരൻ വേറെയില്ല, അത് ഒരു സംശയമില്ല. ഇടയ്ക്ക് ജയ്സ്വാളൊക്കെ നല്ല കളിക്കാരാണ്, പക്ഷേ ജയ്സ്വാളിന് ഒരു പരിമിതി എവിടെയൊക്കെ ഉണ്ട്. ഒരു സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനുള്ള ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ബാക്കി ഷോട്ടുകളെല്ലാം ഓക്കെയാണ്, എല്ലാ ഷോട്ടുകളും കളിക്കും, ഡ്രൈവുകളൊക്കെ സൂപ്പറാണ്. അവിടെയാണ് അഭിഷേക് ശർമ്മ വ്യത്യസ്തനാകുന്നത്. ഹിറ്റുണ്ട്, ക്ലാസ് ഉണ്ട്, ഷോട്ട് സെലക്ഷൻസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, എല്ലാം കൊണ്ട് സൂപ്പർവാണ്. പിന്നെ ഈ വന്ന സച്ചിൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്ന് പറഞ്ഞത് റൈറ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു. നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡർ സൂപ്പർ സ്റ്റാറിനെ കിട്ടിയിരിക്കുകയാണ്, നമ്മളൊരു ബ്രാൻഡിനെ കിട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പുള്ളിനെ ടെസ്റ്റ് കളിപ്പിക്കട്ടെ, വൺ ഡേ കളിപ്പിക്കട്ടെ, കുറേയും കൂടി സെറ്റിലാകട്ടെ ആളുടെ കാര്യങ്ങൾ. ഒരു പെർഫെക്റ്റ് ബാറ്റ്സ്മാൻ്റെ രീതിയിലേക്ക് ആൾ വളരട്ടെ. ബാക്കി എല്ലാ കാര്യങ്ങളും നിലവിൽ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കതാണ് അഭിഷേക് ശർമ്മയെ പറ്റി പറയാനുള്ളത്. ഇന്ത്യയുടെ അടുത്ത ബ്രാൻഡാണ്. നമ്മളെപ്പോലുള്ള ഇന്ത്യൻ ആരാധകർ എന്നും സ്വപ്നം കാണുന്ന നമ്മുടെ ബ്രാൻഡാണ്. ആ ബ്രാൻഡ് അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ക്രിക്കറ്റ് ഇന്ത്യയിൽ നിലനിൽക്കുള്ളൂ. അല്ലാണ്ട് ഇൻഡിവിജ്വൽ സ്കോറുകളോ വിജയങ്ങളോ മാത്രമല്ല, ഒരു ബ്രാൻഡ് വേണം. ആ ബ്രാൻഡിനെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ ഐക്കോണാക്കി മാറ്റി വേണം ഇനിയൊരു അടുത്ത തലമുറകളും ബ്രാൻഡിലേക്ക് എത്താൻ. ഓക്കെ, സച്ചിൻ ക്രിയേറ്റ് ചെയ്ത സച്ചിനിലൂടെ ഉണ്ടാക്കപ്പെട്ട ഒരു ലോകം ഇന്ന് കോഹ്ലിയിലൂടെയും രോഹിത് ശർമ്മയിലൂടെയും അഭിഷേക് ശർമ്മയിലൂടെയും മറ്റു പല കളിക്കാരിലൂടെയും ഇന്ത്യൻ ക്രിക്കറ്റ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ബൈ. ഹായ്. ഞാനപ്പോൾ ആദ്യം തന്നെ നന്ദി പറയണത് IPLനോടാണ്. IPL എന്ന് പറയുമ്പോൾ